വെറൈറ്റി കാഷ്യൂ മട്ടൺ റോസ്റ്റ് റെഡിയാക്കിയാലോ? ഇതിനായിട്ടേ 1 കിലോ മട്ടൺ ചെറിയ പീസാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ പീസ് ഇഞ്ചി, 4 പച്ചമുളകും, ഒരു ബൾബ് വെളുത്തുള്ളിയും ചതച്ച് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സൂപ്പർ നോവേൻ്റെ മട്ടൺ മസാലയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരു 4 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പൊടികളായിട്ട് വേറെ ഒന്നും ഇതിൽ ചേർത്ത് കൊടുക്കണ്ട. നല്ല ഫ്ലേവറാണ് കേട്ടോ ഇതിന് കിട്ടുന്നത്. നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ച് റെഡിയാക്കുന്ന മസാലേൻ്റെ അതേ ഫ്ലേവറും ടേസ്റ്റും ആണ് കേട്ടോ സൂപ്പർ നോവേൻ്റെ ഈ മസാലക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് ഒരു 4 മീഡിയം സൈസ് സവാള ഇതുപോലെ സ്ലൈസ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ ഒരു 20 കാഷ്യൂ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഒന്ന് നമ്മൾ ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ വെള്ള കസേസും കൂടി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കുക്ക് ചെയ്യാൻ വെച്ച മട്ടൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം കൂടുതലായിരുന്നു. അപ്പോൾ ഞാനത് ഒരു വേറെ പാത്രത്തിലേക്കാക്കി വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കുറച്ച് വേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ള കസേസും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലത്തെ വെള്ളമൊക്കെ നല്ലോണം വറ്റി ഒന്ന് ഡ്രൈ ആയി വരട്ടെ കേട്ടോ. ഞാൻ അപ്പോൾ എരിവ് കുറവായതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറുതായി കട്ട് ചെയ്ത് വെച്ച ലെമ്പാ ലീഫും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. ഇനി അവസാനമായിട്ട് ഇതിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്യാൻ എടുത്ത നെയ്യാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നില്ല, നെയ്യ് മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ നെയ്യും കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെറൈറ്റി കാഷ്യൂ മട്ടൺ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു മട്ടൺ റോസ്റ്റാണ്. ഇതിൽ പൊടികളായിട്ട് ആകെ സൂപ്പർ നോവേൻ്റെ മട്ടൺ മസാലയും കുറച്ച് പെപ്പർ പൗഡർ മാത്രം യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇതിൽ സവാളയൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നെയ്യിൽ തന്നെ ഫ്രൈ ചെയ്യണം, വെളിച്ചെണ്ണ യൂസ് ചെയ്യണ്ട. നെയ്യിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ കാഷ്യൂ ഇതിൽ നമ്മൾ ക്രഷ് ചെയ്ത് ചേർക്കുന്നുണ്ട്, അത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അതുപോലെ കുറച്ച് കാഷ്യൂ നെയ്യിൽ ഫ്രൈ ചെയ്ത് ചേർക്കുന്നതും നല്ലതാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒന്നും നോക്കണ്ട, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി സിമ്പിൾ മട്ടൺ റോസ്റ്റാണ്. കാഷ്യൂ ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പത്തിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റോസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ.